വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച് ഒരു കൂട്ടം അമ്മമാർ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 10 അമ്മമാരാണ് അവശതകളെ കാറ്റിൽ പറത്തി ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. മക്കളും പേരക്കുട്ടികളും സാക്ഷിയായ വേദിയിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ചിറകു മുളച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ അമ്മമാർ. ധൈര്യവും സമർപ്പണവുമാണ് ഈ അമ്മമാരുടെ കൈമുതൽ. 3 വർഷത്തെ കഠിനമായ പഠനത്തിനൊടുവിലാണ് തൃശൂർ കുട്ടനല്ലൂർ ഹിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനിലെ 10 അമ്മമാർ ഭരതനാട്യം എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ഈ അമ്മമാരുടെ ഭർത്താക്കന്മാർ ചേർന്ന് നിർവഹിച്ചത് ചടങ്ങിന് വേറിട്ട മിഴിവ് നൽകി. മൂന്ന് വർഷം മുമ്പ് റെസിഡൻസ് അസോസിയേഷനിലെ ഒരു പരിപാടിയിൽ തിരുവാതിര കളിക്കാൻ ഒത്തുചേർന്നതായിരുന്നു ഈ അമ്മമാർ. തിരുവാതിര അത്ര കണ്ട് നന്നാവാത്തതോടെ അസോസിയേഷൻ അംഗം കൂടിയായ RLV സൗമ്യ സുജിത്താണ് ശാസ്ത്രീയമായി നൃത്തം പഠിപ്പിക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. പ്രായം തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ പ്രോത്സാഹനം അമ്മമാരെ വേദിയിലെത്തിച്ചു. കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇവിടെയുള്ള ഈ ഹിൽ ഗാർഡൻസിൻ്റെ തന്നെ പല പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ചെറിയ ചെറിയ ഡാൻസൊക്കെ വരെ കളിപ്പിക്കുമായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഭരതനാട്യത്തിലേക്ക് തന്നെ വന്ന് വീണ്ടും അത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 3 വർഷമായി ഇപ്പോൾ പഠിക്കണം. അങ്ങനെ ഒരു അരങ്ങേറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിൽ അതിനൊരു പൂർണ്ണത വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അരങ്ങേറ്റം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അരങ്ങേറ്റം ചെയ്യാനുള്ളൊരു ഇതൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കളിക്കാൻ പറ്റുവാണെങ്കിൽ കളിച്ചോളൂ. ഈ കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ ഹെൽത്തൊന്നും അത്ര ഓക്കെ അല്ല പലരുടെയും. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. മക്കളും പേരക്കുട്ടികളും ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ചു. ഇനിയുള്ള കാലം പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടതല്ലെന്നും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ളതാണെന്നും ഈ അമ്മമാർ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിലത്തെ ബുദ്ധിമുട്ട് ഏറ്റവും ഉണ്ടായിരുന്നത് ഈ വിരലുകൾ നമുക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് അതെല്ലാവർക്കും അത് ഓക്കെ ആയി. പിന്നെ കാലുവേദന, മുട്ടുവേദന, അരമണ്ഡലത്തിന് ഇപ്പോഴും അരമണ്ഡലം മുഴുവൻ അല്ലെങ്കിൽ 3/4 മണ്ഡലത്തിലെങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്.